ടേസ്റ്റും ഉണ്ട്, വിരൽ വരെ കടിച്ചു പോകുന്ന അത്ര ടേസ്റ്റുള്ള സംഭവം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചിക്കൻ റോസ്റ്റാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇത് അടിപൊളിയാണ്, അതുപോലെ തന്നെ വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഒരു സബോള വഴറ്റാനോ തക്കാളി എണ്ണ വിട്ട് വരാനോ ഒന്നും വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ ശടപടയിന്ന് നമുക്ക് തുടങ്ങാം. ചട്ടി ഒന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോൾ അതിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകരുത് കേട്ടോ. അതിലോട്ട് നമ്മൾ കഴുകി വെച്ച ചിക്കൻ ചെറുതാക്കി അരിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും, വെന്തും പെട്ടെന്ന് കിട്ടും. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് ആ മസാല എല്ലാവിടെയും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഇതിപ്പോൾ ഒരു 1.5 കിലോ ചിക്കൻ ഉണ്ട്, ഞാൻ ഒരു സവാളയാണ് അതിലോട്ട് ആഡ് ചെയ്യണുള്ളൂ കേട്ടോ. ഒരു സവാള, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വേപ്പിൻ്റെ ഇല, ഒരു തക്കാളി അടിച്ചത്. ഓക്കെ, ഇത്രയും ഇട്ടിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് അതെല്ലാവരുടെയും മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ, നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, ആ ചിക്കൻ്റെ വെള്ളം തന്നെയാണ് വന്നേക്കുന്നത്. ചിക്കൻ്റെ വെള്ളമൊക്കെ വന്നു. ഒരു 10 മിനിറ്റിന് ശേഷം വീണ്ടും നന്നായി ഇളക്കി, നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഗരം മസാല ആഡ് ചെയ്ത് വീണ്ടും ഒന്നും കൂടി ഇളക്കി വീണ്ടും ഒരു 10 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഇനി മൂടി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇനി തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കണ പരിപാടിയാണ് കേട്ടോ. അപ്പം നമുക്ക് എന്തോരം ഗ്രേവി ആവശ്യമുണ്ട് അങ്ങനെയുള്ള ആ ഒരു കണക്കനുസരിച്ച് എന്തോരം നമുക്ക് വലിയിച്ചെടുക്കണോ അതിനൊക്കെ അനുസരിച്ച് വലിയിച്ചെടുത്ത് കഴിഞ്ഞാൽ, ഞാനൊരു സെമി ഗ്രേവി ആയിട്ടാണ് കേട്ടോ എടുത്തത്. ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചപ്പാത്തി, ചോറ് എന്തിൻ്റെ കൂടെയും പോകുന്ന അടിപൊളിയാണ് കേട്ടോ. ഇത് ഇരിക്കും തോറും ഇതിൻ്റെ കളർ ഇങ്ങനെ മാറി വരും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. ബൈ.